സച്ചിൻ കൂടി തുടരുന്നുണ്ട്. സച്ചിൻ, എവിടെയാണ് പറയാം? തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമാണ് ഇവിടെ അർജുനെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഈ വാഹനം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. വീടിൻ്റെ തൊട്ടു അടുത്ത് തന്നെ വാഹനം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയൊരു ജനക്കൂട്ടം ഈ റോഡിന്, അർജുൻ്റെ വീടിന് മുൻപിലുള്ള റോഡിന് ഇരുവശവും എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ നാടിൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം കണ്ണാടിക്കൽ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണാടിക്കൽ പ്രദേശത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തും അർജുൻ ഈ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ കോവിഡിൻ്റെ സമയത്തായാലും പ്രളയ സമയത്തായാലും അടക്കം ഈ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിന്ന ഒരു വ്യക്തി കൂടിയാണ് അർജുൻ. അതിനാൽ തന്നെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്രയയപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിട്ടുള്ളത്. മൃതദേഹം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കർണാടകയിൽ നിന്നും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പുറപ്പെട്ടത്. അത് ഇന്ന് പുലർച്ചയോടുകൂടെ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ അഴിയൂരിൽ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങുകയും ഈ പൂളാടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വിലാപ യാത്രയായി മൃതദേഹം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ MLA-മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ വലിയൊരു ജനവിഭാഗവും ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം മുൻപ് കണ്ണാടിക്കൽക്കാരുടെ സ്വന്തം അർജുനായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനായി അർജുൻ മാറിയിട്ടുണ്ട്. വലിയ 2.5 മാസത്തോളം ഈ അർജുനായുള്ള ഒരു തിരച്ചിൽ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി അവസാനം ഈ കഴിഞ്ഞ ദിവസമാണ് അർജുൻ്റെ ഗംഗാവലിപ്പുഴയിൽ നിന്നും അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുകയും അതിൽ നിന്ന് അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു തീരാ നോവായി അർജുൻ മാറിയിരിക്കുകയാണ്. അർജുനെ യാത്രയയപ്പ് നൽകാൻ വേണ്ടി ജനപ്രതിനിധികളും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള MLA-യും ഈ മൃതദേഹത്തിനൊപ്പം അർജുനൊപ്പം വരുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും നിർണായകമായ പ്രവർത്തനം കാഴ്ചവെച്ച കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും അർജുനൊപ്പം ഇവിടെ എത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു തീരാ നോവായി അർജുൻ മാറിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ വീടിന് അടുത്ത് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അർജുൻ്റെ ഇത്രയും 72 ദിവസത്തോളം എടുത്ത മൃതദേഹം ഈ അധിക സമയം ഇവിടെ പൊതുദർശനത്തിന് വെക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെ പൊതുദർശനം നീളാനുള്ള ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രിയ, വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ഉടൻ തന്നെ വീട്ടിൽ എത്തും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വീടിന് സമീപത്തുള്ള വയലിലൂടെ ഇപ്പോൾ ആ വിലാപയാത്ര മുൻപോട്ട് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വീടിന് മുൻപിലുള്ള വഴിയിൽ ഇരുവശങ്ങളിലും ആളുകളൊക്കെയും കാത്തിരിക്കുന്നു അർജുനെ കാണാനായിട്ട്. അത് ഉടൻ തന്നെ അവർക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. 75-ാം നാൾ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഏറെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങൾ, വഴികൾ, ആളുകൾ ഒക്കെയും അദ്ദേഹത്തെ കാണാൻ എത്തുമ്പോൾ അദ്ദേഹം മാത്രം ഉറങ്ങുകയാണ്. ഇപ്പോൾ ആ വീടിൻ്റെ പരിസരത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് ഉടൻ തന്നെ അർജുൻ എത്തും. അർജുനെ കാത്ത ആ വീട് ഇരിക്കുന്നു. ഇതാ നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ലാഭയാത്ര ഉടൻ എത്തും. പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അധിക സമയം പൊതുദർശനം 1 മണിക്കൂറിനുള്ളിൽ തന്നെ തീർക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അനുശോചന യോഗവും ചേരുന്നുണ്ട്. അതും ആ വയലിന് അടുത്ത് വെച്ച് നടത്തും. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ അനുശോചന യോഗത്തിൽ പങ്കെടുക്കും എന്നും വ്യക്തമാകുന്നു. റമീസ്, സച്ചിൻ, ജോഷില തുടങ്ങിയവരൊക്കെയും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിൻ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണല്ലേ ഉള്ളത് വിലാപയാത്ര എത്താൻ?
തീർച്ചയായും പ്രിയ, ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. കാരണം വീടിൻ്റെ അടുത്തുള്ള റോഡിലേക്ക് വിലാപയാത്ര കയറിയിട്ടുണ്ട്. ഈ വിലാപയാത്ര വൈകാൻ കാരണം നിരവധി ആളുകളാണ് ഈ അർജുൻ്റെ മൃതദേഹം വരുന്നതറിഞ്ഞ് ഈ ചെറിയ റോഡിലടക്കം ഇരുവശത്തുമായി തടിച്ചു കൂടിയിട്ടുള്ളത്. അവരൊക്കെ ഒരു നോക്ക് കണ്ട് പുഷ്പാഭിഷേകം അടക്കം നടത്തുന്നുണ്ട്. കാരണം നാട്ടിലെ ഒരു പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. കോവിഡ് സമയത്തായാലും അതുപോലെ തന്നെ പ്രളയ സമയത്തടക്കം ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തും അർജുൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അവരൊക്കെ പങ്കുവച്ചിട്ടുള്ളത് ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തും അർജുൻ മുഴുവൻ സമയവും സജീവമായിട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ അർജുൻ്റെ മൃതദേഹം എത്തുന്നത് അറിഞ്ഞ് ഈ റോഡിന് ഇരുവശത്തും നാട്ടിലെ നിരവധി ആളുകളാണ് എത്തിയിട്ടുള്ളത്. അർജുന് മുൻപ് പരിചയമുണ്ട്? ഞാൻ നാട്ടുകാരനാണ്. അപ്പം അവസാനമായിട്ട് ഭൗതിക ശരീരം ഒന്ന് കാണാൻ വേണ്ടി കാത്തിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ മേഖലയിലും അർജുൻ സജീവമായിരുന്നു എന്നാണ്. അതെ, അന്ന് കാണാതായ അന്ന് മുതൽ ഞങ്ങളൊക്കെ അതിൻ്റെ പിറകെയാണ്. അവിടെ പോയിട്ടില്ല എന്നേ ഉള്ളൂ. ടി വി കൂടെ ആയോ എല്ലാം ഇത് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരാ നോവായി മാറി, തീരാ നമ്പരായിട്ട് അകത്തുണ്ട്. ഇപ്പോഴും മരിക്കില്ല. ഇല്ല, മരിക്കില്ല. ഓർമ്മകളിൽ ജീവിക്കും. ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്നത് തന്നെ ഓർമ്മകളിൽ ജീവിക്കുമെന്നാണ്. കാരണം അത്രയും പ്രിയപ്പെട്ടവനാണ് അർജുൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുതന്നെയാണ് ഈ നാട്ടുകാരിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം കൂടി. ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ജാതിഭേദ വർഗഭേദമന്യേ എല്ലാ പ്രവർത്തനങ്ങളിലും അർജുൻ സജീവമായിട്ട് ഈ നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരെ നെഞ്ചോട് ചേർത്ത് കൊണ്ടായിരുന്നു അർജുൻ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കർണാടകയിൽ നിന്ന് മുൻപ് നമ്മൾ കേട്ടിരുന്നു അർജുൻ ഇത്രയും വലിയ ആളാണോ എന്ന് കർണാടകയിലെ സർക്കാർ അടക്കം ചോദിച്ചിരുന്നു. അത്രയും ഒരു ഹോൾഡുള്ള ആളാണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പ്രതികരണം ഉണ്ടായിരുന്നത് അർജുൻ മലയാളിയാണ് എന്നൊരു മറുപടിയാണ് അന്ന് ലോറി ഉടമ മനാഫ് നൽകിയിരുന്നത്. അത്തരത്തിൽ ഇന്ന് നമുക്ക് അർജുനെ എത്രത്തോളം വലിയവനാണ് എന്നൊരു കാര്യം നമുക്കിവിടെ കണ്ണാടിയിലെ വീടിന് പരിസരത്ത് എത്തിയാലും അതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വരുന്ന വഴികളിലെല്ലാം വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ട്. ആ ജനക്കൂട്ടം വലിയ രീതിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുള്ള യാത്ര മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 6 മണി 7 മണിയോടുകൂടെ മൃതദേഹം വീട്ടിലെത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും ഏറെ വൈകി ഇപ്പോൾ 10 മണിയോട് അടുക്കുമ്പോഴാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിലേക്കുള്ള ഈ ചെറിയ റോഡിൻ്റെ ഇരുവശത്തും നിരവധി ആളുകൾ തടിച്ചുകൂടിക്കൊണ്ടാണ് മൃതദേഹത്തെ ഒരു നോക്ക് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. കാരണം 2.5 മാസങ്ങൾക്ക് മുമ്പ് അർജുൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നും ജോലിക്കായി കർണാടകയിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തിരിച്ചെത്തുന്നത് ചേതനയറ്റ ശരീരവുമായാണ്. അതായത് നിരവധി ദിവസങ്ങൾ അർജുനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു നാട്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഏറെ ദുഃഖകരമായ സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചത്. അതിനാൽ തന്നെ നാടിൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഇവിടെ പുലർച്ചെ മുതൽ എത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകൾ മലപ്പുറം, അതുപോലെ തന്നെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനെ കാണാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംസ്കാര ചടങ്ങുകളും അതുപോലെ തന്നെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം ഈ കണ്ണാടിക്കലിലെ അർജുൻ്റെ വസതിയിൽ നടക്കും. പ്രിയ, വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ വീട്ടിലെത്തും. ഉടൻ തന്നെ അവിടേക്ക് എത്തും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ, കാൽവാർ MLA, നമ്മുടെ MLA ഒക്കെയും വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകൾ വീടിൻ്റെ പരിസരത്തും എത്തിയിട്ടുണ്ട്. വഴിനീളയുമൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് വൈകിപ്പിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ സമയക്രമം അത് പാലിച്ചുകൊണ്ട് തന്നെ നടപടികൾ പൂർത്തീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ പറഞ്ഞതുപോലെ വിലാപയാത്ര കുറച്ച് വൈകിയാണ് ഇപ്പോൾ മുൻപോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ 1 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് എന്നും വ്യക്തമാകുന്നു.
അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര അർജുൻ്റെ വീട്ടിൽ എത്തിച്ചേരും. അതിൻ്റെ സമീപത്ത് തന്നെ ഇപ്പോൾ വിലാപയാത്ര എത്തിയിട്ടും ഉണ്ട്. നിരവധി ആളുകൾ അവിടേക്ക് കൂടുതലായി എത്തുന്നുണ്ട്. ഇപ്പോൾ സമയം അടുക്കും തോറും ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ തുടങ്ങിയ വിലാപയാത്രയാണ്. അവിടെ നിന്നും യാത്ര തിരിച്ചതാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം. ഇപ്പോൾ പുലർച്ചെ 3 മണി മുതൽ വന്ന് നിൽക്കുന്ന ആളുകളെ കാണാനും നമുക്ക് സാധിക്കുന്നു. അവരൊക്കെയും അദ്ദേഹത്തെ കാണാൻ അവിടെ മണിക്കൂറുകളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൻ്റെ ഒരു തിരക്കും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.